ഗ്ലേഷ്യർ ജെറ്റ് അല്ലെങ്കിൽ പനോരമ ബാൻ എടുത്ത് ആ പോയിന്റ് ലാൻഡ് വീലിൽ ഇറങ്ങണം. അവിടെ നിന്ന് അടുത്ത കണക്ഷൻ എടുക്കണം. പിന്നെ ഒരു കണക്ഷൻ എടുത്താലേ ടോപ്പ് ഓഫ് സാൽസ്ബർഗ് പോകാൻ പറ്റും. ഇവിടെ നമുക്ക് ടോപ്പ് ഓഫ് സാൽസ്ബർഗ് പോകാൻ 2 എൻട്രി പോയിന്റ് ഉണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് ഈ ഗ്ലേഷ്യർ ജെറ്റിൽ വഴി പോവാം, ആ ഒരു പോയിന്റ് കൂടെ പോവാം, അല്ലെങ്കിൽ നമുക്ക് ഈ പനോരമ ബാനിൻ്റെ അതുവഴി പോവാം. സോ നമ്മൾ ചൂസ് ചെയ്യുന്നത് പനോരമ ബാനാണ്. ഈ മോളോട്ടുള്ള 2 കണക്ഷനും സെയിം പോയിന്റ് തന്നെയാണ് കേട്ടോ എൻഡ് ചെയ്യുന്നത്. 1176 മീറ്റർ ടോപ്പിലാണ് എൻഡ് ചെയ്യുന്നത്. നല്ല കയറല്ലേ? പനോരമ ബാൻ നമ്മളിപ്പം കയറിയതും അതേപോലെ ഗ്ലേഷ്യർ ബാനും പാരലി ആണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് ആ കാണുന്നതാണ് ഗ്ലേഷ്യർ ബാൻ. ഇവിടെ നമുക്ക് ഇറങ്ങണം. അല്ലെങ്കിൽ ഇത് താഴോട്ട് പോകും. നമ്മളങ്ങനെ എത്തി ഡോറൊക്കെ തുറന്നു. ഇനി ഇറങ്ങാം. അത്ര വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഈ സ്നോ ഒക്കെ കിടപ്പുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വെയിലും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി അടുത്ത സ്റ്റോപ്പിലേക്ക് അടുത്ത കേബിൾ കാർ എടുക്കണം. അപ്പം അതിന് ഇതേപോലെ 2 എൻട്രി ഉണ്ട്. ഗ്ലേഷ്യർ ജെറ്റ് 2 ഉണ്ട്, അതേപോലെ ലാൻഡ് വീഡ് ബാനും ഉണ്ട്. സോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ലാൻഡ് വീഡ് ബാനാണ്. അങ്ങോട്ട് പോവാം. ഈ 2 പാരലായിട്ട് തന്നെയാണ് കേട്ടോ മേളിലെത്തുന്നത്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ മൂക്കും കുത്തി വീഴും. 2 പ്രാവശ്യം തെന്നി. ഈ ലാൻഡ് വീഡ് ബാൻ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് അത് സ്കീ ചെയ്യുന്നവർക്കേ വരുന്നുള്ളൂ. കാരണം അവർക്ക് ആ കാലില സ്കീയിങ്ങിൻ്റെ സാധനം വെച്ചിട്ട് മറ്റേ ബാനിലിരിക്കാൻ പറ്റത്തില്ല. സോ നമ്മൾക്ക് അതിലേ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഓപ്പൺ ആയിട്ടൊക്കെ ഇതിൽ പോകാൻ ഓർത്താണ്. അത് ഓപ്പൺ ആയിട്ടാണ് മേളിലോട്ട് പോകുന്നത്. അത് നമുക്ക് അതിൽ പോവാം. അപ്പം നമ്മൾ ഗ്ലേഷ്യർ ജെറ്റ് 2-ൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ആ, ഇവിടെയൊക്കെ കുറേ കട്ടിയായിട്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. ഇവിടെ തെന്നുന്നുണ്ട്. വീണു ഗൈസ്, കൈയൊക്കെ മുറിഞ്ഞു. ഇവിടെ ചില സ്ഥലങ്ങളിൽ നല്ല കട്ടിയായിട്ടാണ് കിടക്കുന്നത്. ഓ, എല്ലാം ഇടിച്ച് വീണത്. അമ്മേ, എവിടേക്കോ കൈ നീറുന്നുണ്ട്. നല്ല കൊട്ട പോലെ ഇരിക്കുന്നതാണ്. ഇത് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഡോറൊക്കെ അടയും. പിന്നെ സ്പീഡിലൊരു പോക്കാണില്ല, അടയുന്നു.
ഇവിടുന്ന് കുറച്ച് ദൂരം നല്ല സ്പീഡിൽ പോകും, പിന്നെ പതിയെ ആയിരിക്കും പോകുന്നത്. ഇത് ഗ്ലെഷ്യർ ജെറ്റ് 2 ആണ്. സ്പീഡ് കൂടി ഇവിടെ ബലൂൺ പോലെ ഉണ്ട്, വലിയ ബലൂൺ പോലെ. അതിലാ ഞങ്ങളെ കേറ്റാത്തത്. അത് ഓപ്പൺ ആയിട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ചുറ്റിനും മഞ്ഞും മലകളും ഒക്കെയാണ്. എന്ത് രസാലോ, ഒറ്റ രക്ഷയിലോട്ട് അടിപൊളിയാണ്. നമ്മൾ ഇന്റർലാക്കനിലും പോയിട്ടുണ്ടായിരുന്നു, ടോപ്പ് ഓഫ് യൂറോപ്പ്. അതിലും എനിക്ക് ഇച്ചിരിയും കൂടി ഇഷ്ടപ്പെട്ട ഇതാണ്. കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. അതെ, അതിലും ഇങ്ങനെ തന്നെയാണ്, കൊറേ ഇങ്ങനെ നിന്ന് നമ്മൾ മാറി മാറി കയറണം. ഇതും കൊള്ളാം, അടിപൊളിയാണ്. എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. ഓ അടിപൊളി, നോക്ക് സ്കീ ചെയ്ത് വരുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ഗ്ലെഷ്യർ മ്യൂളെ റെസ്റ്റോറൻറ്റ്. ഇപ്പം നമുക്ക് വിശക്കുന്നൊന്നുമില്ല. കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണ് കേട്ടോ ഇത്, കിഡ്സ് ടൈം ഹോൺ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഗ്ലെഷ്യർ ജെറ്റ് 3+4 കയറണം അടുത്ത പോയിന്റ് എത്താൻ. ഇപ്പം രണ്ടാമത്തെ സ്റ്റോപ്പാണ് കേട്ടോ ഇത്. ഇവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇത് തന്നെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഗ്ലെഷ്യർ ജെറ്റ് 3+4 കയറാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ബോത്ത് ഈ സ്കീ ചെയ്യുന്നവരും അതേപോലെ നോർമൽ ആൾക്കാരും ഉണ്ട്. അപ്പം രണ്ടുപേർക്കും ഉള്ള കേബിൾ കാർ ഇവിടുന്ന് തന്നെയാണ്. പക്ഷേ സ്കീ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇച്ചിരിയുടെ വലിയ കേബിൾ കാറാണ്. നമുക്ക് ചെറുതും വേഗം പോകുന്നുണ്ട്. ലൈൻ നിൽക്കുവാണ്. നമ്മുടെ മൂന്നാമത്തെ ടാങ്കിൽ കയറി വെള്ളൂർ പോവാണ്. ഇത് നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ സ്കീയിങ് എക്യുപ്മെൻ്റ് ഒന്നും ഇല്ലാതിരിക്കുന്നത്. നമ്മളിപ്പം ഗിംഫെലിലെ 3000 മീറ്റർ ടോപ്പിൽ വന്ന് ഇവിടെ നിൽക്കുവാണ്. ഗ്ലെഷ്യർ ജെറ്റ് 3+4 കയറിയിട്ടാണ് വന്നത്. ഈ ഒരു കേബിൾ കാറിലാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഒരു സെക്കൻഡ് പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ 3+4 ഗ്ലെഷ്യർ ജെറ്റ് കയറിയത്. സോ ഒറ്റയടിക്ക് തന്നെ നമ്മൾ 3000 മീറ്റർ ടോപ്പിലെത്തി. ആ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലത്തെ ചെറിയൊരു ബാൻഡിൽ 30 മീറ്റർ ടോപ്പിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ടോപ്പ് ഓഫ് സാൽസ്ബർഗും അതേപോലെ മ്യൂസിയവും എല്ലാം കാണാൻ പറ്റുന്നത്. ടണലിലൂടെയാണ് കേട്ടോ നമ്മൾ മ്യൂസിയത്തിലെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നത്. ഹിസ്റ്ററി എല്ലാം ഇത് പണ്ടുകാലത്തെ ഓഷൻ്റെ താഴെയായിരുന്നു. പിന്നെ ആഫ്രിക്ക, യൂറോപ്പ്
സൗത്ത് ഓഫ് ഏഷ്യയിലെല്ലാം ലാൻഡ് മാസ് അടുത്തോട്ട് വരുമ്പോൾ ഓഷൻ്റെ താഴെയുള്ള ലാൻഡ് മാസ് മുകളിലോട്ട് പോകും. അപ്പോൾ ഇത് മുഴുവൻ ഒരു കാലത്ത് ഓഷൻ്റെ താഴെയുള്ള അവിടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഇവിടെ ഗോൾഡ് ആൻഡ് സിൽവർ മൈനിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? പറ്റുന്നുണ്ടോ? അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഫൈനലി ടോപ്പ് ഓഫ് സാൽസ്ബർഗ് എത്തി. 3029 മീറ്റർ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട്, പിന്നെ കുറേ നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്, കാണാൻ തന്നെ അടിപൊളിയാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വാതാഴുണ്ട്. ഈ ഒരു മെഷീനിൽ നിന്ന് നമുക്ക് ഈ ടോപ്പ് ഓഫ് സാൽസ്ബർഗിൻ്റെ സോവിനിയർ കിട്ടും കേട്ടോ. ഒരു ചെറിയ ഒരു കോയിൻ പോലെ ടോപ്പ് ഓഫ് സാൽസ്ബർഗ് എന്ന് അതിൽ പ്രിൻറ്റ് ചെയ്തിട്ട് അറൗണ്ട് 2.5 euros ആണ്. ഓൾസോ ടോപ്പ് ഓഫ് സാൽസ്ബർഗിൻ്റെ ആ ഒരു ഫോട്ടോ പോയിന്റ് നമുക്ക് ഈ ഒരു ഫോട്ടോസ് എടുക്കാൻ പറ്റും. 3029 മീറ്റർ ടോപ്പിലുള്ളത്. അപ്പം അത് ഞങ്ങൾ എടുത്ത് കേട്ടോ. പിന്നെ ഈ ഒരു സിനിമ പോയിന്റ് മിസ് ചെയ്യണ്ട കേട്ടോ. ഓരോ 5 മിനിറ്റ്സിലും അവർ ആ വീഡിയോ അവിടെ സ്ട്രീം ചെയ്യും. കണ്ടിരിക്കാൻ നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അറൗണ്ട് 5 to 6 മിനിറ്റ്സ് ഉണ്ട് വീഡിയോ. നമ്മളങ്ങനെ ടോപ്പ് ഓഫ് സാൽസ്ബർഗിൽ നിന്ന് താഴോട്ട് പോവാണ്. ഇവിടെ നമുക്ക് കാണാൻ കണ്ടോ എത്ര ആൾക്കാരാണ് ഇങ്ങനെ സ്കീ ചെയ്യുന്നത്. ഉറുമ്പും കൂട്ടങ്ങളെ പോലുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോ. നല്ല രസമുണ്ട് കാണാന്. കുറെ ആൾക്കാർ വീഴുന്നുണ്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. എപ്പോഴെങ്കിലും ടോപ്പ് ഓഫ് സാൽസ്ബർഗിൽ പോകാനൊരു ചാൻസ് കിട്ടിയാൽ ഡോണ്ട് മിസ് ദിസ് പ്ലേസ്. സോ ഇനി എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ക്യാപ്രോണിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. Until then, bye bye.